പല സാധനങ്ങളും പലയിടത്തും വെച്ച് മറന്നു പോകും. അത് കഴിഞ്ഞിട്ട് അത് ഓർമ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ട് വരും. സാധനങ്ങള് മറന്നു പോകും. കാര്യങ്ങള് നമ്മള് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാലൊക്കെ നമ്മള് മറന്നു പോകും. പിന്നെ അലാം വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മളത് കേൾക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം മറക്കാനുള്ളൊരു റീസൺ, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രയോറിറ്റിയിലില്ലാത്തൊരു കാര്യമായിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഉണ്ടായിരിക്കുകയും നമ്മൾ എന്തെങ്കിലും കാര്യത്തെ ആലോചിച്ച് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഫോക്കസ് മാറിപ്പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ലിസ്റ്റ് പെർസ്യൂ ചെയ്യാനായിട്ട് വേണ്ട റിമൈൻഡേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ ഇടുകയും ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ അക്കൗണ്ടബിളായിട്ട് വെക്കുക. ഇപ്പം ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ടു ഡു ലിസ്റ്റ് പോലെയുള്ള കുറച്ച് ആപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ മൈൻഡ് ഔട്ടായിട്ട് പോകും. അത് സാരമില്ല. അപ്പം അടുത്തത് എന്താണോ ചെയ്യുക, ഇഫക്റ്റീവായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യുക. അതിനകത്ത് നമുക്ക് നമ്മൾ ഡൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓരോ സാഹചര്യങ്ങളിൽ നമ്മുടെ ചില ഏജിലൊക്കെ അങ്ങനെ വരും. ചില സാഹചര്യത്തിലൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ അത് ഉണ്ടാകും എന്നുള്ളത് അക്നോളജ് ചെയ്യുക. എന്നതിന് ശേഷം അതിൻ്റെ പരിഹാരം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതിലേക്ക് നമ്മൾ നമ്മുടെ ഫോക്കസിനെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനായിട്ട്.